വാട്സാപ്പിലാണോ കിടക്കുന്നത്? അല്ല, വാട്സപ്പിൽ ആക്കണോ? വാട്സപ്പിൽ അയച്ചേക്കാൻ. Why Shamir and Rambo passport are not revoked after this much serious allegation? They should not be showed. ബ്രോ സി, ഞാൻ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയാണ് ഇങ്ങനൊരു സംഭവം ഉള്ളത് കൊണ്ട് നിങ്ങൾ കുറ്റക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പറ്റില്ല എന്ന് പറയാമെന്ന് കരുതിക്കോ. ഓക്കെ, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു ഇത് വരികയാണ്, അത് അവരങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വരികയാണ്. അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങളൊരു തെറ്റും ചെയ്യാതെ ഞങ്ങളെ നിങ്ങൾ ശിക്ഷിച്ചു എന്നുള്ള രീതിയിൽ സംഭവം വരും. മനസ്സിലായോ? അതുകൊണ്ട് എന്താണോ വരുന്ന കാര്യം വരട്ടെ. ഇപ്പൊ ഷമീർ കളിക്കുന്നുണ്ടോ? ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അലിഗേഷനിലാണ് കിടക്കുന്നത്. ഒന്നിനും ഒരു പ്രൂഫോ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനോ എത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇത് കോർട്ടിലോട്ട് പോയിട്ട് അവസാനം നമുക്കിവിടെ നിയമമുണ്ട്, അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുണ്ട്. അവർ തീരുമാനിക്കും ഈ പറയുന്ന ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അതുവരെ നമ്മൾ ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആവട്ടെ, കല്ലി വല്ലി. ഓക്കെ, ഇത് നീളത്തിൽ തന്നെ കമന്റ് ഇടുന്നത് നല്ലത്. കുറച്ചും കൂടെ കമന്റ് വായിക്കാം. റോയൽറ്റി ആയോ? ബെസ്റ്റ് ഗ്യാങ്. എടാ മാർക്കോ, നീ എനിക്ക് ആ ലിസ്റ്റ് എടുത്തിട്ടെ, എനിക്ക് ആ ലിസ്റ്റ് ഒന്ന് DM അയച്ചു തരണേ. ബാക്കിയുള്ളവരുടെയും പോയിന്റ്സ് അതിൽ മെൻഷൻ ചെയ്തേക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ സ്ലോട്ട് ഇല്ല. അപ്പം നമുക്ക് സ്ലോട്ട് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് ഇത് എനിക്കൊന്ന് നമ്മൾ ഗ്യാങ്ങിന്റെ മോണിറ്ററിങ് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നു, ആദ്യമേ 500 പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഗ്യാങ്ങുകളെ നമ്മൾ ഗ്യാങ്ങായിട്ട് എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആദ്യമേ 500 പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ലൊക്കേഷൻ കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്, മറ്റവരുടെ MRCയുടെ. ബട്ട് എനിക്ക് തോന്നുന്നു അവർ തമ്മിൽ സംസാരിച്ചാൽ ലൊക്കേഷൻ വേണ്ടെന്ന് എന്തോ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, ഇതെല്ലാം കേട്ടറിവാണേ, ഒന്നും ആരും വന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, സോ അത് തന്നെ. അപ്പം ഫസ്റ്റ് 500 പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഗ്യാങ്ങുകളെയാണ് നമ്മൾ ഗ്യാങ് ആക്കാൻ പോകുന്നത്. നമുക്ക് ആക്റ്റീവ് ഗ്യാങ്സിനാണ് വേണ്ടത്. സോ IGZ എന്ന് പറയുന്നൊരു ഗ്യാങ് ആണ് സർവറിൽ ആദ്യമേ ഫസ്റ്റ്, അതായത് അവർ 3 ദിവസം മുൻപെന്തോ 500 പോയിന്റ് കംപ്ലീറ്റ് ആക്കി. അവർ 500 കംപ്ലീറ്റ് ആക്കി. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും. അതെ, മോട്ടറിങ് സ്റ്റാർട്ട് ചെയ്ത് 3ാമത്തെ ദിവസമോ 4ാമത്തെ ദിവസമോ അവർ 500 പോയിന്റ് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ അവർ ആദ്യമേ തന്നെ നമ്മൾ ഗ്യാങ് ആയത്. അവർ ചോദിച്ചു അനൗൺസ് ചെയ്യുമെന്ന്. നമ്മൾ പറഞ്ഞു ഇതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് ആയിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 സ്ലോട്ട് ഫുള്ളാവാൻ വേണ്ടിയാണ് കാത്തിരുന്നത്. അപ്പോൾ യെസ്, നമുക്ക് അപ്പോൾ കറന്റ് 28 സ്ലോട്ടാണ് ഉള്ളത്. 28 സ്ലോട്ട് 28 ഗ്യാങ്ങാണ് ഇപ്പോൾ ഉള്ള കറന്റ് അല്ലേ? 28 ഗ്യാങ് ആണ് കറന്റ് ഉള്ളത്. സോ 30 ഗ്യാങ്ങിനെ നമ്മൾ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലായോ? 30 ഗ്യാങ്ങിനെ നമ്മൾ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ സർവറിൽ. അതുകൊണ്ട് തന്നെ 2 ഗ്യാങ് കൂടെ ഡിസ്മാൻഡിൽ ആവാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും. നമ്മളിപ്പം ആദ്യമേ 500 പോയിന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന 4 ഗ്യാങ്ങിനെ നമ്മൾ ഗ്യാങ് ആക്കാൻ പോവുകയാണ്. അതേപോലെ നമ്മൾ പുതിയ ഒരു ക്രൈറ്റീരിയയും കൂടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതെന്താണെന്നുള്ളത് നമ്മൾ പറയാം. അതിനു മുന്നേ നിങ്ങൾക്ക് എന്താ പറയുക, 32. യെസ്, അപ്പം നമ്മുടെ ഗ്യാങ് കൗണ്ട് 32 ആവും. ഈ 32 എന്ന് പറയുന്നൊരു കൗണ്ട് നമുക്ക് കുറച്ച് 30 എത്തിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ബോഗ് കൊണ്ടുപോവാ, അത് ആകുമ്പോൾ PvP സെറ്റ് ആകും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. CK ഇതൊക്കെ സീൻ കളിയാണല്ലേ അത് മറ്റേ ഫുട്ബോളിന്റെ ഇത് പറഞ്ഞ മറ്റേ കേരള ബ്ലാസ്റ്റേഴ്സും കൊൽക്കത്ത വരെ എത്തി. അതാ അവിടെ വരെ എത്തിയല്ലേ. സത്യമായിട്ട് ഫാൻസ് ആണ്. ഷൗട്ട് ഔട്ട് ഒക്കെ ഇത്ര ചാട പാടില്ലെന്നോ. ഏയ് രേഷംകുട്ടി ഹായ്. അപ്പം നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് മറ്റേ IGZ ആണ് ആദ്യമേ ഇതായത്. അയച്ചോടാ. രണ്ടാമത് 500 പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എന്താ ബ്രോ? എനിക്കറിയാം, DM ഞാൻ കാണിക്കാത്തയാ. കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് കാണത്തില്ലേ? എന്തോ ബ്രോ ഇത്, എന്തോ ഇങ്ങനെ എനിക്കറിയത്തില്ല, അത് കാണത്തില്ലെന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് രണ്ടാമത്
ഈ പറയുന്നത് പോലെ 500 പോയിന്റ് കംപ്ലീറ്റ് ആക്കിയത് നമ്മുടെ ഈസിയാണ്. ഈസി എൽ ക്ലാസിക്കോ. അത് പറഞ്ഞപ്പോഴാ പാക്കര അവരുടെ ബാന് എല്ലാം ലിഫ്റ്റ് ചെയ്തേക്ക്. അതിലുള്ള എല്ലാവരും ലിഫ്റ്റ് ചെയ്തേക്ക്. മൂന്നാമത് 500 പോയിന്റ് കംപ്ലീറ്റ് ആക്കിയ ഗ്യാങ് നമ്മുടെ RB7 ആണ്. നമ്മുടെ മൂന്നാമത് ഇത് കംപ്ലീറ്റ് ആക്കിയത്. RC7 ആ RC7 ആണ് മൂന്നാമത് കംപ്ലീറ്റ് ആക്കിയത്. RC7 അല്ലേ? അത് വേറെ RB7 വേറെ ആണോ? RB7 വേറെ അത് വേറെ. ഒരു മിനിറ്റ്, റൂത്ത്ലെസ് ബ്ലഡ് ഹൗണ്ട് ആണ്. ഒരു സെക്കൻഡ്. ഗ്യാങ് ആപ്ലിക്കേഷൻ എന്തേ? ആരെങ്കിലും സിറ്റിയിലുണ്ടോ? മേലെ 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 ഇനി മേലെ. അതില് നാലാമത്തെ ഗ്യാങ് ആപ്ലിക്കേഷന്റെ അപ്രൂവ് ആയ നാലാമത്തെ ഗ്യാങ് നോക്കിയാണ് റൂത്ത്ലെസ് ബ്ലഡ് ഹോൾഡ്. ഇതാണ് ഷെയ്ക്കിന്റെ ഗ്യാങ്. RB7 അല്ല ഇപ്പൊ ഷെയ്ക്കിന്റെ ഗ്യാങ്. RC7 ആണ് ഷെയ്ക്കിന്റെ ഗ്യാങ്. അത് RCs ആണ്. അപ്പോൾ മൂന്നാമത് ഗ്യാങ് ആയത് RB7 ആണ് മൂന്നാമത് ഗ്യാങ് ആയത്. 502 പോയിന്റ് ആണ് അവര് ഗ്യാങ് ആയത്. RB7 മൂന്നാമത്. നാലാമത് വാൽഹല്ലയാണ്. ഇത് ഡിലീറ്റ് ചെയ്യട്ടെ. കണക്ട് എന്നിട്ട് നിന്റെ കാണിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അത് മറ്റേ ഡിലീറ്റ് ചെയ്യണമെന്ന് അറിയത്. പലതും കാണും. അയ്യോ കളഞ്ഞോ? ഓക്കെ. ഇത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇത് നിങ്ങള് കണ്ട് അപ്പം ഇതാണ് ഗൈസ് ലിസ്റ്റ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അപ്ലൈ ചെയ്ത ഗ്യാങ്ങുകളുടെ ലിസ്റ്റ്. സത്യം പറഞ്ഞ FTW ഒക്കെ എന്തിനാണ് അപ്ലൈ ചെയ്തത്? ഒന്ന് ട്രൈ പോലും അവർ ചെയ്തില്ലല്ലോടാ. ഇല്ല ഇവരെന്തിനാ ശരിക്കും അപ്ലൈ ചെയ്തത്? അവര് ഞാൻ പറഞ്ഞില്ല പാസ്പോർട്ട് പോലും ഉണ്ടായിരുന്നില്ല അവർക്ക്. പിന്നെ പാസ്പോർട്ട് എടുത്തില്ല. ഇല്ല വന്നൂല്ല. അപ്രൂവ് ചെയ്തോളാം പറഞ്ഞോണ്ട് പിന്നെ അതിനുത്തരവാദി നിങ്ങളെ നിങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞൊരു ഒരു നോട്ട് ഉണ്ട്. അത് നിങ്ങൾ ക്ലാരിഫൈ ചെയ്തില്ല. അപ്ലൈ ചെയ്താൽ ഗ്യാങ് അപ്രൂവ് ആയിക്കോളും. അപ്ലൈ ചെയ്തിട്ട് പോയാൽ ഗ്യാങ് കിട്ടും. അല്ല, അപ്രൂവ് ചെയ്യണം ബ്രോ. അവര് പാസ്പോർട്ട് എടുക്കുമല്ലോ. ഞാൻ വിചാരിച്ചെന്തുവാ, അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കളിക്കാനുള്ള തൊര കൊണ്ട് അപ്ലൈ ചെയ്ത് അരിയുന്നില്ല. അപ്പൊ അത് പാസ്പോർട്ട് എടുക്കേണ്ട അവരുടെ ഉത്തരവാദിത്തമല്ലേ. പക്ഷെ വേറെ കാര്യമുണ്ട്, അവരാരെങ്കിലും ഇവിടെ പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സംസാരിക്കാൻ വന്നായിരുന്നോ? ഇല്ല, ഒരാൾ വന്നിട്ടില്ല. നമുക്ക് ആരും വന്നിട്ടില്ല. അതിനേശം ഡെയിലി പാസ്പോർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാസ്റ്റ് ട്രാക്കിൽ കയറ്റി വിടാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ? ആരും വന്നില്ല. അപ്പോൾ ഇതാണ് ലിസ്റ്റ്. അപ്ലൈ ചെയ്ത ഗ്യാങ്ങുകളുടെ. വാൽഹല്ല നാലാമത് 500 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ 4 ഗ്യാങ്ങിന്റെ 500 പോയിന്റ്സ് കംപ്ലീറ്റ് ആക്കിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഇട്ടത്, ലിസ്റ്റ് ഇട്ടത്. അതില് അപ്പോൾ RC7 431 പോയിന്റ് ആയിട്ടുള്ളൂ. NB 371, DNA 233 പോയിന്റ്സ് ആണ് ഉള്ളത്. ഒരു സെക്കൻഡ് ആയിക്കോട്ടെ. ഇതാന്നല്ലേടാ നിങ്ങൾ പറഞ്ഞ ഞാൻ ഈ RC7 RB7 തമ്മിൽ കൺഫ്യൂസ്ഡ് ആയി. മനസ്സിലായോ?
അത് ഈ രണ്ടും ഒരേ പേര്. ആ ഓക്കെ, അപ്പം നമുക്ക് കുഴപ്പമില്ല, ഇവിടെ നമുക്ക് ബാക്കി വെക്കാം. അപ്പോൾ ഈ 4 ഗ്യാങ് ആണ് ഇപ്പോൾ കറൻ്റ്ലി ഡയറക്റ്റ് ഗ്യാങ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഇനിയും സർവറിൽ നിന്ന് ഗ്യാങ് ഡിസ്മാൻഡലിംഗ് വരും. അതിനൊരു ക്രൈറ്റീരിയ വരുന്നുണ്ട്. അത് 2 weeks ആണ് മോണിറ്ററിംഗ് പീരീഡ് വരുന്നത്. 2 weeks ആക്ടിവിറ്റി എത്ര മിനിമം കാണിക്കണം എന്ന് ഓഫീസിൽ പറഞ്ഞാൽ എനിക്ക് എവിടെ അയച്ചു, വാട്സപ്പിൽ അത് എന്തായാലും മോണിറ്ററിംഗ് വരുന്നല്ലോ. നമ്മൾ ക്രൈറ്റീരിയ വായിച്ചു തരാം. ഇതാണ് പുതിയ ഗ്യാങ് ക്രൈറ്റീരിയ. ഗ്യാങ് ആക്ടിവിറ്റി വിൽ ബി മോണിറ്റേർഡ് ആൻഡ് ഇവാലുവേറ്റഡ് എവറി 2 weeks. അതായത് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഗ്യാങ് ആക്ടിവിറ്റി മോണിറ്റേർഡ് ആയിരിക്കും. ടു മെയിൻറ്റെയിൻ ഗ്യാങ് സ്ലോട്ട് ഈച്ച് ഗ്യാങ് മസ്റ്റ് ഏൺ മിനിമം ഓഫ് 350 റോയാലിറ്റി പോയിന്റ്സ്. അതായത് ഇത് ലോയാലിറ്റി പോയിന്റ്സ് വരുന്നത് 2 ആഴ്ചയിലാണോ ഓഫീസ് ബ്രോ? ഓക്കെ, അപ്പം യെസ്, ഏറ്റവും അതായത് 2 ആഴ്ചയിൽ മിനിമം 350 ലോയാലിറ്റി പോയിന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ പറയുന്ന 2 ആഴ്ചയിൽ ദ ഗ്യാങ് ദാറ്റ് ഫെയിൽ ടു റീച്ച് 350 ലോയാലിറ്റി പോയിന്റ്സ് വിൽ ബി പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഡഡ് സ്റ്റാറ്റസ് ഫോർ ദ നെക്സ്റ്റ് 2 weeks. അതായത് ഇവരുടെ മിനിമം ലോയാലിറ്റി പോയിന്റ് 350 കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഗ്യാങ്ങിന്റെ എല്ലാ ഗ്യാങ് ആക്ടിവിറ്റീസും സെർവറിൽ സസ്പെൻഡ് ചെയ്യും. മനസ്സിലായോ? അതായത് ഇപ്പം ഇന്ന് ഈ ആഴ്ച മുതൽ മോണിറ്ററിംഗ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് മിനിമം 350 റോയാലിറ്റി പോയിന്റ്സ് ഇല്ലാത്ത പക്ഷം ആ ഗ്യാങ് സസ്പെൻഡഡ് സ്റ്റാറ്റസിലോട്ട് പോകും. 350 ലോയാലിറ്റി പോയിന്റ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഈ 350 ബോട്ടം വരുന്ന ഗ്യാങ്ങുകളിലെ സസ്പെൻഡഡ് സ്റ്റാറ്റസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, സസ്പെൻഡഡ് നെക്സ്റ്റ് 2 weeks. The suspended gangs will be monitored during the suspension period. If they achieve the required 500 loyalty points during this time, they will regain their gang slot. അതായത് നമ്മൾ ഈ 2 ആഴ്ച കൂടുമ്പോഴുള്ള മോണിറ്ററിംഗിലുള്ള 350 പോയിന്റുള്ള സംഭവത്തിൽ മോണിറ്ററിംഗിൽ ഈ പറയുന്നത് പോലെ അവർക്ക് 350 പോയിന്റ് അവർ റീച്ച് ആയില്ല 2 ആഴ്ചയിൽ എങ്കിൽ അവർ സസ്പെൻഡഡ് സ്റ്റാറ്റസിൽ വരും. അതായത് സിറ്റിക്കകത്ത് അവർ പിന്നെ ഗ്യാങ് ആയിരിക്കത്തില്ല, അവരുടെ എല്ലാ ഗ്യാങ് ആക്ടിവിറ്റീസും സസ്പെൻഡ് ചെയ്യും. പക്ഷെ നമ്മൾ അവരെ ഡിസ്ബാൻഡ് ചെയ്യത്തില്ല, അവർക്ക് ഒരു അവസരം കൂടെ കൊടുക്കും. പിന്നീട് വരുന്ന 2 ആഴ്ചകളിൽ മനസ്സിലായോ, പിന്നെ വരുന്ന സിറ്റിയിൽ TDM വന്നത്, TDM റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നില്ലേ? ഒക്കെ പോയാ എന്തോ വാട്ട് ഹാപ്പൻഡ്? പൊട്ടിയോ? ഓ നോ, ഗോൺ. അപ്പൊ പിന്നീട് വരുന്ന 2 ആഴ്ചകളിൽ ഇവർക്ക് 350 കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഗ്യാങ്ങിന് പിന്നീട് വരുന്ന 2 ആഴ്ചയിൽ 500 ലോയാലിറ്റി പോയിന്റ് എടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഈ പറയുന്ന ഗ്യാങ് സ്റ്റാറ്റസ് തിരിച്ചു കിട്ടും. മനസ്സിലായോ? ഇതാണ് യെസ്. പിന്നെന്തായിരുന്നു? ഇഫ് എ സസ്പെൻഡഡ് ഗ്യാങ് ഫെയിൽ ടു അച്ചീവ് ദ റിക്വയർഡ് ലോയാലിറ്റി പോയിന്റ് ഡ്യൂറിംഗ് ദ സസ്പെൻഡഡ് പീരീഡ് ദ ഗ്യാങ് വിൽ ബി ഡിസ്മാൻഡിൽഡ്. അതായത് ഈ ലോയാലിറ്റി പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ ആ ഗ്യാങ്ങിന് ആ പറയുന്ന 500 ലോയാലിറ്റി പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ ഡിസ്മാൻഡിലാവും എന്നാണ് പറയുന്നത്, അല്ലേ? താങ്ക് യു അഗൈൻ ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. ഈഗിൾ ഹെൽത്ത് ഓക്കെ ആയോ? ഈഗിൾ ഓക്കെ ആയിട്ടുണ്ടോ? ഓക്കെ ആയിട്ടുണ്ട്, ബെറ്റർ ആയിട്ടുണ്ട്. എന്നാലും അവന് വയ്യ, എന്നാലും ഓക്കെ ആയിട്ടുണ്ട്. Any gang that earns fewer than 100 loyalty points during the evaluation period will be immediately disbanded without entering the suspension stage. അതായത് നമ്മുടെ ആദ്യത്തെ ഗ്യാങ് മോണിറ്ററിംഗിൽ മിനിമം 100 പോയിന്റ് പോലും ലോയാലിറ്റി പോയിന്റ്സ് ഇല്ലാത്ത ഗ്യാങ്ങുകളെ ഡയറക്റ്റ് ഡിസ്ബാൻഡിൽ ചെയ്യും. അവർ ആ സസ്പെൻഡഡ് സ്റ്റേറ്റിലോട്ട് പോകത്തില്ല, അല്ലാതെ തന്നെ ഡയറക്റ്റ് ഡിസ്ബാൻഡിലാവും. സിമ്പിളാക്കി പറഞ്ഞു തരാം ഞാൻ, ഇത്രേ ഉള്ളൂ, ഒരുപാടൊന്നും കൺഫ്യൂസ് ചെയ്യണ്ട. 2 ആഴ്ച എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും മോണിറ്ററിംഗ് ഉണ്ടാവും. ആ 2 ആഴ്ച കൂടുമ്പോൾ മിനിമം 350 പോയിന്റ് കീപ്പ് ചെയ്യണം. 350 പോയിന്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സിറ്റിയിൽ ഗ്യാങ് ആയിട്ട് തന്നെ തുടരും. അല്ല, 350 പോയിന്റ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റാത്ത പക്ഷം നിങ്ങൾ സസ്പെൻഡഡ് സ്റ്റേറ്റിലോട്ട് പോകും. പക്ഷേ ആ 350ന്റെ കൂടെ ഒരു 100 പോയിന്റ് പോലും നിങ്ങൾക്ക് 2 ആഴ്ച മോണിറ്ററിംഗ് ടൈമിൽ കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഗ്യാങ് ആണെങ്കിൽ നിങ്ങൾ സസ്പെൻഡഡ് സ്റ്റേറ്റിലോട്ട് പോകത്തില്ല, ഡയറക്റ്റ് ഡിസ്മാൻഡിലാവും. മനസ്സിലായോ?
ഇമ്മീഡിയറ്റ്ലി അതെ മിനിമം 100ന്റെ മുകളിലെങ്കിലും 2 ആഴ്ചയിൽ നിങ്ങൾക്ക് ലോയൽറ്റി പോയിന്റ്സ് ഉണ്ടായിരിക്കണം. അതാണ് ക്രൈറ്റീരിയ. പിന്നെ ആൻഡ് ഗ്യാങ് ദാറ്റ് നോട്ടിഫൈ ദ സർവർ മാനേജ്മെന്റ് ഇൻ അഡ്വാൻസ് അബൌട്ട് ദ അൺഅവോയ്ഡബിൾ ഇൻആക്ടിവിറ്റി ആക്ടിവിറ്റി ലിമിറ്റേഷൻസ് മേ ഹാവ് ദെയർ സർക്കംസ്റ്റാൻസസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഡ്യൂറിംഗ് ദ ഇവാലുവേഷൻ പ്രോസസ്. അതായത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാങ്ങിൽ ഒരു കല്യാണം വരുന്നു, ഒരു ഫംഗ്ഷൻ വരുന്നു, നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോവുകയാണ്, നിങ്ങൾ അവൈലബിൾ ആയിരിക്കത്തില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് കരുത്. അപ്പം നിങ്ങൾക്ക് നമ്മളോട് വന്ന് പറയാം, സംസാരിക്കാം. ഇപ്പോൾ എക്സാംസ് ആണ് എല്ലാം ഉണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് ഞങ്ങളോട് വന്ന് സംസാരിക്കാം. എന്നിട്ട് പറയാം ഇതേപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിനാരിയോ ഉണ്ട്. എന്ത് നോക്കിക്കോ അമ്മയ്ക്ക് വിളിച്ച് കരഞ്ഞ് കാല് പിടിച്ചത് ഞങ്ങൾ. അപ്പം ഇങ്ങനൊരു അൺഅവോയ്ഡബിൾ സിനാരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ഗ്യാങ്ങുകൾക്ക് കൺസിഡറേഷൻ തരും. പക്ഷെ എന്നും പറഞ്ഞ് ഈ 2 ആഴ്ച ഒരു സിനാരിയോ പറഞ്ഞ് പിന്നെ അടുത്ത 2 ആഴ്ചയും പറഞ്ഞ് അതിൻ്റെ അടുത്ത അത് നടക്കൂല. നിങ്ങൾ പറയുന്ന കാര്യം വാലിഡ് ആയിരിക്കണം, അതിനൊരു പ്രോപ്പർ ഇതുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതാണ് അപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്.